യുദ്ധം വന്നു, പ്രതീക്ഷിച്ചതുപോലെ ഒമ്പിച്ച് എണ്ണ വില കൂടി. പക്ഷെ അത്ഭുതകരമായ വിധത്തിൽ എണ്ണ കൂടിയ വേഗത്തിൽ തന്നെ കുറഞ്ഞത് നമ്മൾ കാണുന്നുണ്ട്. കുറഞ്ഞതിൻ്റെ കാരണമായി സ്റ്റോക്ക് മാർക്കറ്റ് പറയുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, യുദ്ധം തീരും, യുദ്ധം ഉടനെ തീരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അദ്ദേഹത്തിനായ ന്യായങ്ങളുണ്ടാവാം. പക്ഷേ യുദ്ധം തീരുന്ന യാതൊരു ലക്ഷണവും ഇപ്പുറത്ത് യുദ്ധത്തിൻ്റെ ഗതി കാണുമ്പോൾ നമുക്ക് കാണുന്നില്ല. ഭീകരമായ ആക്രമണങ്ങൾ രണ്ട് ഭാഗത്തും നടക്കുന്നുണ്ട്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ട്രംപ് ഈ പ്രസ്താവന യുദ്ധം ഉടനെ തീരുമെന്ന് പറയുന്നതിന് എന്തെങ്കിലും അടിത്തറയുണ്ടോ? അതോ അത് പറയാം. അതായത് ലോകത്ത് ഈ അപരരാജ്യത്തിൻ്റെ, അമേരിക്ക അങ്ങനെയാണല്ലോ പറയേണ്ടത്, ഈ അപരരാജ്യത്തിൻ്റെ വ്യോമശക്തി കൊണ്ട് വേറൊരു രാജ്യത്തിന് കീഴടക്കാൻ ലോക സൈനിക ചരിത്രത്തിൽ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. വ്യോമശക്തി മാത്രം കൊണ്ട്. കരയുദ്ധം കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. കരയുദ്ധത്തിന് അയാൾ കുർദുകളെ ഇറക്കാൻ നോക്കിയിട്ട് കുർദുകൾക്ക് സൗകര്യമില്ലെന്ന് കുർദുകൾ പറഞ്ഞു, ഇറാഖിലൊക്കെയുള്ള കുർദുകൾക്ക്. അപ്പോൾ ഇനി വ്യോമശക്തി കൊണ്ട് കീഴടക്കിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് മുഴുവനായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ 1945 ജപ്പാനോ എന്ന് ചോദിക്കാം. പക്ഷെ ജപ്പാനെ കീഴടക്കിയത് എങ്ങനെയാണ്? അണുബോംബ് ഇട്ടിട്ടാണ് കീഴടങ്ങേണ്ടി വന്നത്. കാരണം ജപ്പാൻ അവരുടെ ഏതാണ്ട് കപ്പലുകൾ മുഴുവൻ തകർത്തിരുന്നു. 1000-ഓളം കപ്പലുകൾ ജപ്പാന്റെ തകർത്തിട്ടുണ്ട് രണ്ടാം ലോക യുദ്ധത്തില്. എന്നിട്ട് അവരുടെ വ്യോമശക്തിയും അത്യാവശ്യം തരിപ്പണമായി ജപ്പാന്റെ. എന്നിട്ടും അവർ തോൽക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം തകർക്കുന്ന ടോർപിഡോയിലൊക്കെ രക്ഷിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴും നാവികർ വേണ്ട എന്നൊക്കെ പറഞ്ഞാണ് നിന്നത്. അപ്പോഴാണ് കൊണ്ടുപോയി അണുബോംബിട്ടത്. ഇങ്ങനെ നിൽക്കുകയാണ് ഇറാൻ. ഇപ്പൊ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എങ്കിൽ പിന്നെ അമേരിക്ക ഈ അണുബോംബിന് സമാനമായ ഒരു സംഭവം ട്രംപ് പ്രയോഗിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പൊ പ്രതിരോധ വിദഗ്ധർ ഉയർത്തുന്നത്. പ്രതിരോധ മാധ്യമങ്ങളൊക്കെ ഞാൻ വായിക്കുന്നത് കൊണ്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് തോന്നിയോണ്ടാണ്. അതായത് അതിലേക്ക് നമുക്ക് വരാം. എന്താണ് അങ്ങനെയാണെങ്കിൽ പ്രയോഗിക്കുക എന്നുള്ളത്. അത് ഹിരോഷിമയും നാഗസാക്കിയും പോലെ അല്ല, എങ്ങനെയാണ് എന്നുള്ളത് പറയാം. അപ്പോൾ വ്യോമശക്തി കൊണ്ട് മാറിയില്ല ഇറാൻ. അവിടെ ഭരണകൂടം മാറി എന്ന് പറഞ്ഞാൽ ഖമനേയിയെ തീർക്കുന്നതോടുകൂടി എല്ലാം തീരും, ഭരണകൂടം മാറും, IRGC പട്ടാളവും ഒക്കെ തരിപ്പണാവും എന്നൊക്കെയാണ് കരുതിയത്. അത് നടന്നില്ല. അപ്പോൾ ലോകത്ത് ഈ പറഞ്ഞ പോലെ ജപ്പാൻ കീഴടങ്ങിയത് ഈ പറഞ്ഞ പോലെയാണ്, അണുബോംബ് ഇട്ടതിനെ തുടർന്നാണ്. അപ്പൊ അതാണ് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിനെ ഈ അവസ്ഥയിൽ അപകടകരമാക്കുന്നതെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അവർ കീഴടങ്ങിയിട്ടുമില്ല, അവർ നശിച്ചിട്ടുമില്ല, അവർ അറ്റം വരെ ഫൈറ്റ് ചെയ്യും എന്നവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് 1945 ജപ്പാന് സമാനമായ അവസ്ഥയിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ് ചോദ്യം. അതായത് അമേരിക്ക പ്ലാൻ ചെയ്തതുപോലെയോ ഇസ്രയേൽ പ്ലാൻ ചെയ്തതുപോലെയോ അല്ല ഇത് പോകുന്നത്. ഇത് സംയുക്ത ആക്രമണം എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. ഇത് അങ്ങനെ പോലും അല്ല എന്നാണ് ഇപ്പോൾ ഈ വിമാനത്തിൻ്റെ ട്രാക്കിംഗ് കൊണ്ടൊക്കെ മനസ്സിലാകുന്നത്. ആദ്യം ഇസ്രയേൽ തന്നെയാണ് കയറി അടിച്ചത് എന്നുള്ളതാണ്. അതൊരു സംയുക്ത ആക്രമണമായിരുന്നില്ല. അത് വേറൊരു വിഷയം തന്നെയാണ്, പക്ഷെ അതാണ് വാസ്തവം. അപ്പോൾ ഈ വിചാരിച്ചതുപോലെ ഇറാന്റെ മിസൈലുകളെ, ഡ്രോണുകളെ, അതിൻ്റെ ലോഞ്ചിങ് പാഡുകളെ ഒന്നും ഇല്ലാതാക്കാനായില്ല. അതിപ്പോഴും ലോഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇറാന്റെ അത്തരം കേന്ദ്രങ്ങളെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനിൽ നിന്ന് തന്നെയാണല്ലോ ഇതൊക്കെ പോകുന്നത്. തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. വെനസ്വേല ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അവിടെ മദുറോയെ റാഞ്ചലിന് പകരം ഇവിടെ പ്രിസിഷൻ ബോംബുകൾ ഇടുന്നു. ഭരണകൂടം മാറി എന്ന് പറയാം ഖമനേയി. പക്ഷെ അതിലും തീവ്രമായിട്ട് മോജ്താബ പട്ടാളവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആള് വന്നു. അത് ട്രംപ് വിചാരിച്ചതുപോലെ അല്ല മോജ്താബ വന്നത്, പട്ടാളം വിചാരിച്ച ആള് തന്നെ അവിടെ വന്നു. അപ്പോൾ 3000 കിലോമീറ്റർ ഈ വെസ്റ്റേഷ്യൻ ആർക്ക് എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്.
പശ്ചിമേഷ്യൻ ആർക്ക് അത് 3000 കിലോമീറ്ററിൽ ആണ് ഇറാന്റെ മിസൈലുകൾ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. മൊസൈക് സ്ട്രാറ്റജി എന്നാണ് ഇത് പ്രതിരോധത്തിൽ വിശേഷിപ്പിക്കുന്നത്. മൊസൈക് സ്ട്രാറ്റജി, അതായത് ശരിക്കും വികേന്ദ്രീകൃത പട്ടാളത്തിനെ പോലെ പെരുമാറുന്നു. പല സ്ഥലത്തു നിന്നുമൊക്കെ ഇവര് മിസൈലുമൊക്കെ അയക്കുന്നുണ്ട്. അതാണ് ഈ മൊസൈക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പല സ്ഥലത്തായിട്ട് കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതുപോലെയാണ് പട്ടാളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3000 കിലോമീറ്റർ ആർക്കില് സൈപ്രസ് വരെ, ഇപ്പുറത്ത് എന്ന് പറഞ്ഞാല് സൈപ്രസ് ഇസ്രായേലൊക്കെ മെഡിറ്ററേനിയൻ കടൽ തീരത്താണ്. ഇവിടെ ഒമാൻ അറബിക്കടൽ ഇല്ലേ, ഇങ്ങനെ മെഡിറ്ററേനിയനും അറബിക്കടലും ഒക്കെ ചേർന്ന് 3000 കിലോമീറ്റർ ആർക്കിലാണ് ഇറാഖ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 GCC രാജ്യങ്ങളിലെയും അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നുണ്ട്. റഡാറുകൾ, വളരെ പ്രധാനപ്പെട്ട റഡാറുകൾ, ഇതൊക്കെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല, നമ്മളാണ് ഇത് ചെയ്യുന്നത്. ജോർദാനിലെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ റഡാർ തകർത്തു. മറ്റേ ഖത്തറിലെ അൽ ഉദൈദിലെ ഭീമാകാരമായ റഡാറുകൾ തകർത്തു. ഇതൊക്കെ 10,000 കോടി രൂപയും 2,000 കോടി രൂപയൊക്കെ വിലയുള്ള, ഇവിടെ ലിമിറ്റഡ് നമ്പർ, വിരലിൽ 6 എണ്ണമൊക്കെ ഉള്ളത്. ഒന്ന് കൊറിയയില്, ഒന്ന് സൗത്ത് കൊറിയയിൽ ഒരെണ്ണം, ഗുവാമിൽ, ഇങ്ങനെ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരെണ്ണം കൊണ്ട് ഖത്തറിൽ വെച്ചതും ജോർദനിൽ വെച്ചതും രണ്ടും തകർത്തു. എന്ന് പറഞ്ഞാൽ ഇറാനിൽ നിന്നും മിസൈൽ വിക്ഷേപിക്കുന്നത് അറിയാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ അമേരിക്കയും ഇസ്രയേലും വന്നിരിക്കുന്നു. അതുപോലെ ഈ ഷഹീദ് 136 ഡ്രോണുകൾ ഒരുപാട് പ്രയോഗിക്കുന്നു. ഓർമുസ് അടച്ചിട്ടിരിക്കുന്നു. ഇപ്പോൾ അതെ, ആയുധവും വിപണിയുമാണ് യുദ്ധത്തിനെ എപ്പോഴും നിയന്ത്രിക്കുന്നത്. ഇതെങ്ങനെയാവും എന്നുള്ളത് ഞാൻ മുമ്പ് തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. എണ്ണവില 135 രൂപയാകുന്നത് വരെയുള്ള സെനാറിയോ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. എണ്ണവില ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ട്രംപിന്റെ മുകളിൽ ലോകരാഷ്ട്രങ്ങൾ കീറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഷഹീദ് 136 ഒരു ഡ്രോണിന് $50,000 വില. പിന്നെ പാട്രിയറ്റ്, അത് പലയിടത്തും പാട്രിയറ്റ് അമേരിക്കൻ കേന്ദ്രങ്ങളിലുണ്ട്. അത് $1 മില്യൺ ഒരു റൗണ്ടിന് അതിൻ്റെ ചെലവ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇതിൽ ഒരുപാട് ആദ്യം കന്നി എന്ന് പറയാവുന്ന സംഭവങ്ങളുണ്ട്. ഫസ് എന്ന് പറയില്ലേ, 2 ആണവശക്തി അല്ലാത്തൊരു രാജ്യത്തിന് നേരെ ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ്. മറ്റേ ഒരു രാജ്യം വേറൊരു രാജ്യത്തിന്റെ നേതാവിനെ ഇങ്ങനെ കൊല്ലുന്നത് ആദ്യമാണ്. ലിബിയയിൽ ഗദ്ദാഫിയെ നാറ്റോ നേരത്തെ തട്ടിയിട്ടുണ്ട്. അത് നാറ്റോയാണല്ലോ ഒന്നിച്ച്. ഇതൊരു രാജ്യം ഒരേ സമയം പല രാജ്യങ്ങളെ ആക്രമിക്കുന്നത് ഇറാൻ. അങ്ങനെ ഒരു യുദ്ധവും ആദ്യമാണ്. 21ാം നൂറ്റാണ്ടില് പല അമേരിക്കൻ താവളങ്ങൾ ഒന്നിച്ചാക്രമിക്കപ്പെടുന്നത് ആദ്യമാണ്. അങ്ങനെ ഈ യുദ്ധത്തിൽ പല ആദ്യം എന്ന് പറയാനുണ്ട്. ഭരണകൂടത്തിനെ നീക്കാനായിട്ട് വ്യോമശക്തി പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇറാഖിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള രാജ്യമാണ് ഇറാൻ. എളുപ്പമല്ല. മലകള് കോട്ടകളായിട്ട് ഇറാനെ വളഞ്ഞിരിക്കുകയാണ്. ധാരാളം മലകളുണ്ട്. അതാണ് ഈ കരയുദ്ധം അമേരിക്കക്ക് പറ്റില്ല എന്ന് പറയുന്നത് അവിടെ. അപ്പോൾ ഇറാന് ഈ ധാരാളം നാവിക ശക്തിയും വ്യോമശക്തിയും നഷ്ടമായിട്ടുണ്ടെന്നുള്ളത് ശരി. പക്ഷെ കിഴക്കൻ ഇറാനെ തൊടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ഈ ജപ്പാന്റെ, ഞാൻ ആദ്യം പറഞ്ഞ ജപ്പാന്റെ ഉദാഹരണത്തിലേക്ക് നമ്മൾ വരുന്നത്. അതുകൊണ്ട് അവസാനം വരെ ഫൈറ്റ് ചെയ്യുന്ന അവർ പറഞ്ഞതുകൊണ്ട് അവരെ ഇനി കീഴടക്കുകയേ മാർഗമുള്ളൂ. അതായത് യുദ്ധം കൊണ്ട് ജയിക്കാൻ പറ്റില്ല, കീഴടക്കുക, ജപ്പാനെ പോലെ അവസാനം വരെ ഫൈറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് അണുബോംബ് പോലെ എന്തെങ്കിലും പ്രയോഗിക്കുമോ? 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമ, 9 നാഗസാക്കി. 2.5 ലക്ഷം മനുഷ്യർ കൊല്ലപ്പെട്ടു അവിടെ. B-29 ബോംബറുകളാണ് അത് ചെയ്തത്. ഓരോ ബോംബിനും 4 ടൺ ഭാരം ഉണ്ടായിരുന്നു അവിടെ ഇട്ടത്. ബോംബറുകൾക്ക് മാത്രം കൊണ്ടു. അപ്പോൾ 9 കഴിഞ്ഞ് 15-ാം തീയതി ജപ്പാൻ കീഴടങ്ങി. അത് കഴിഞ്ഞ്
4 തവണ സൈനിക ചരിത്രത്തിൽ അണുബോംബ് ഇടുന്നതിനെ പറ്റി അമേരിക്ക ആലോചിച്ചിട്ടുണ്ട്. ഒന്ന് കൊറിയൻ യുദ്ധകാലത്ത് പഴയ, പിന്നെ 1950കളിൽ തായ്വാൻ യുദ്ധകാലത്ത്, പിന്നെ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി കെന്നഡിയുടെ കാലത്ത് പ്രതിസന്ധിയുടെ കാലത്ത്, 1960കളിൽ വിയറ്റ്നാമിൽ. ഇത് ഈ 4 തവണയും അത് അവർ പ്രയോഗിച്ചില്ല. ഇപ്പോൾ ടാക്ടിക്കൽ വാർഹെഡ് ആയിട്ട് ഒരു ആണവ സ്ഫോടകം വയ്ക്കാവുന്ന വിധത്തിൽ ആയുധങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട് അമേരിക്ക. അതായത് അണുബോംബല്ല, ടാക്ടിക്കൽ വാർഹെഡ്, ഒരു മിസൈലിൻ്റെ ഒക്കെ അറ്റത്ത് ഘടിപ്പിക്കുന്ന അണു സ്ഫോടകം, അതാണ് ടാക്ടിക്കൽ വാർഹെഡ് എന്ന് പറയുന്നത്. വലിയ അണുബോംബ് ഈ ടൺ കണക്കിനുള്ളത് കൊണ്ട് ബോംബറിലിടുന്നതല്ല, വിസ്തൃതമായ മേഖലയ്ക്കല്ല. അതായത് ടാക്ടിക്കൽ വാർഹെഡായിട്ട് അണുബോംബ് ഉപയോഗിക്കുക എന്നുള്ള പരിപാടി. അതായത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ, സബ്മറൈൻ ലോഞ്ച്ഡ്, അന്തർവാഹിനികളിൽ നിന്ന് അയക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പരിഷ്കരിച്ചിട്ട് W762 എന്ന ആണവായുധം ആക്കി പരിഷ്കരിച്ചിട്ടുണ്ട്. അന്തർവാഹിനികളിൽ നിന്നാണ് അയക്കുന്നത് എന്ന് പറഞ്ഞാൽ ആണവ ക്രൂസ് മിസൈൽ എന്ന് പറയാം. ഒഹായോ ക്ലാസ് അന്തർവാഹിനികളിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുക. അപ്പോൾ ഹിരോഷിമയുടെ 1/3 ആണ് ഇതിൻ്റെ നാശം എന്ന് കണക്കാക്കുന്നത്. ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയും, TNW, ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ. ഇത് ബാലിസ്റ്റിക് മിസൈലിൽ നിന്നാകാം, ഷെല്ലുകളിൽ നിന്നാകാം, ടോർപിഡോയിൽ നിന്നൊക്കെ ആകാം, ഒരു ചെറിയ ബോംബും ഒക്കെ ആകാം, ബോംബുകളിൽ ഒക്കെ ആകാം ഇത് ഘടിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ TNW ഇത് പ്രയോഗിക്കുമോ, അങ്ങനെയാണ് ഇത് താമസിയാതെ നിൽക്കും എന്ന് ട്രംപ് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണോ എന്ന് പ്രതിരോധ വിദഗ്ധർ ചർച്ച ചെയ്യും. എന്ന് പറഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കിക്ക് ശേഷം ഒരു 80 കൊല്ലത്തിന് ശേഷം ഒരിക്കൽ കൂടി ഒരു ആണവ മഹായുദ്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു മഹാദുരന്തം ലോകം കാണേണ്ടി വരും എന്നാണ് സാറ് പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സൂചന. അങ്ങനെയാണ് പ്രതിരോധ വിദഗ്ധർ ചർച്ച ചെയ്യുന്നത്. അതായത് ഈ പറഞ്ഞ TNW, ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ, അത് ബോംബുകളിൽ, മറ്റേത് അണുബോംബ് കൊണ്ടുവന്ന് ഇടുകയാണല്ലോ, ലിറ്റിൽ ബോയ് എന്നൊക്കെ പറഞ്ഞു. ഇത് ഷെല്ലുകളിൽ ഒരറ്റത്ത് ഒരു ആണവായുധം ഘടിപ്പിക്കുക, ടോർപിഡോകളിൽ ആണവായുധം ഘടിപ്പിക്കുക, മിസൈലുകളിൽ ഘടിപ്പിക്കുക. അതായത് അതിൻ്റെ സ്ഫോടകമായിട്ട് ഒരു അണുബോംബ് ഉണ്ടായിരിക്കുക. ഹിരോഷിമയും നാഗസാക്കിയും പോലെ അതിൻ്റെയൊക്കെ 1/3, ഒരെണ്ണം കൊണ്ട് ഒരു മിസൈൽ വിക്ഷേപണം മതിയല്ലോ. അങ്ങനെ ചെയ്യുമോ, TNW പ്രയോഗിക്കുമോ? ഇതാണ് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം നമ്മൾ പറഞ്ഞത് ട്രംപ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു മോഹം പറഞ്ഞു യുദ്ധം ഉടനെ തീർന്നേക്കും എന്നേ നമ്മൾ വിചാരിച്ചുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ് ആ പറഞ്ഞത് എന്ന് വേണം ഇപ്പോൾ ഈ പ്രതിരോധ വിദഗ്ധന്മാരുടെ നിരീക്ഷണങ്ങൾ വെച്ച് പറയാൻ. സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റൂ. പക്ഷേ യുദ്ധം അങ്ങനെയല്ല ആയതുകൊണ്ട്, കാരണം അയാളൊരു കിറുക്കനെ പോലെയാണല്ലോ പെരുമാറുന്നത്. ലോകം മുഴുവൻ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ. തീർച്ചയായിട്ടും എല്ലാവരും അനുഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.